ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിനെല്ലാം കാരണം. എനിക്ക് ഒരുപാട് സന്തോഷമായി. ന്യൂ ഇയറിന് മുമ്പായിട്ട് തന്നെ എനിക്ക് 1K ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ എനിക്കത് ആകാൻ സാധിച്ചു. അതിൻ്റെ ഒരു താങ്ക്സ് തന്നെ ആദ്യം തന്നെ ഞാൻ പറയുവാണ് കേട്ടോ. അപ്പം 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഏതോ 2 പേര് ഞാൻ ആയെന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, 1K എന്നും പറഞ്ഞ്. അപ്പോഴേ 2 പേര് അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ തോക്കില്ലെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. 2 പേര് പോയെങ്കിൽ 4 പേര് വരുമെന്ന് അന്നേരം തന്നെ ഞാൻ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്കത് സാധിക്കുകയും ചെയ്തു കേട്ടോ. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇത് പറഞ്ഞ ഉടനെ 2 കുക്കർ കാണുന്ന എന്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. അപ്പം 13 ആഴ്ചയായിട്ടുണ്ട് നമ്മൾ പള്ളി പോകുന്നത്. ഇതിപ്പം ആകെ 13 അല്ല, അതിന് മുമ്പ് 2-3 വട്ടം 13 ആഴ്ചയായിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ വട്ടം എനിക്ക് പായസം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പം ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം പറഞ്ഞതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഏട്ടനാണ്. ഞാൻ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കൊരാഗ്രഹം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നിട്ടില്ല. ഞാൻ പുറത്ത് നിൽക്കാറേ ഉള്ളൂ. അപ്പം ഇതിപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ തന്നെ പായസം ഉണ്ടാക്കി നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഈ 1K ആയതുകൊണ്ടുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി 100 പേർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത്. അപ്പം എനിക്ക് വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 2-3 വട്ടമൊക്കെ കുക്കറിലിട്ടാണ് കടല വേവിച്ചത്. കടല പായസമാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നല്ല പാടാണ്. ശ്രീമോനും ഉറങ്ങുന്നില്ല. എനിക്ക് എന്തെങ്കിലും പണിയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീമോൻ ഉറങ്ങത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവനാണെങ്കിൽ ഒരു ഇച്ചിരി സമയം ഉറങ്ങിയപ്പോഴാണ് ഞാൻ ഓടി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. കാശിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വേഗം തന്നെ പോയിട്ട് ഞാൻ വന്നിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഡ്രസ്സ് മാറാനും ഒന്നും നിന്നില്ല. ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ജോലികളെല്ലാം അങ്ങ് തുടങ്ങി. ഇപ്പോൾ ശ്രീമോൻ ഉണർന്ന് തന്നെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ ആ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടാണ് ഞാൻ പണി തുടങ്ങുന്നത്. അപ്പോൾ കുക്കർ അടിക്കാനുള്ളതെല്ലാം ഞാൻ കഥ ഒന്ന് അടച്ചിട്ടിട്ട് കുക്കറൊക്കെ അടിച്ചെല്ലാം റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോഴും നമ്മൾ ശർക്കര ചുരണ്ടാവുമെന്ന് പറഞ്ഞ് നിന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ ചുരണ്ടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴേ ഒന്നും പണി നടക്കത്തില്ലെന്നുള്ളത്. അപ്പം ഞാൻ ഓർത്തെങ്കിൽ നമുക്ക് ഇടികല്ല് വെച്ച് ഇടിച്ചാൽ എങ്ങനെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇടിച്ചെടുക്കുവാണ്. അത് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കടലപ്പായസമാണ് വെക്കുന്നത്. അപ്പോൾ ഏട്ടൻ മാസാവസാനമായതുകൊണ്ട് വരാനും താമസിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും ആ പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് തന്നെ ഇച്ചിരി നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും 4 പേർക്ക് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അതിൻ്റെ അഭിപ്രായം എനിക്ക് കേൾക്കണം, അതാണ് എൻ്റെ മെയിൻ. പക്ഷേ നമുക്കിത് കുടിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ, നേർച്ച പായസമല്ലേ. അപ്പം ഞാനാണെങ്കിൽ മധുരം ഒന്നും നോക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് അവരെ കുടിച്ച് നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകിട്ട് ഞാൻ ആ വഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇത് എത്ര ഉണ്ടാവും, എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ലാതാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇടണമല്ലോ, അങ്ങനെയാണ് ഞാൻ തേങ്ങ പൊട്ടിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തിലിടും. ഈ പായസത്തിൻ്റെ നമ്മൾ അരിപ്പായസം വെക്കത്തില്ലേ, അരിപ്പായസത്തിലിടുന്നത് പോലെ തന്നെ നമ്മൾ കടലപ്പായസത്തിലും ഇടാറുണ്ട്. അപ്പോൾ ഈ പായസം നമ്മൾ പത്തനംതിട്ട അങ്ങനെ അധികം ആരും ഉണ്ടാക്കാറില്ല. കടല പരിപ്പ് അങ്ങനെയുള്ള പായസങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മുടെ അവിടെ സേമിയ അല്ലെങ്കിൽ അടപ്പായസം, പാൽപ്പായസം, അരിപ്പായസം ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഈ കടലയും പരിപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും കൊല്ലത്ത് തന്നെയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കടലപ്പായസം കുടിച്ചിട്ടുള്ളതും അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കടലപ്പായസം ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോൾ സാധനം വാങ്ങിക്കാൻ പോയാലും കടല വാങ്ങിക്കുകയും ചെയ്യും, അത് പായസം വെക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ പോയതാണ്. ഇന്ന് രാവിലെ തീരുമാനിച്ചതാണ് നമുക്കിത് കൊടുക്കണമെന്നുള്ളത്. അടുത്ത ആഴ്ച ആകുമ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്നും കരുതിയാണ് ഞാൻ ഈ ആഴ്ച തന്നെ ഏട്ടാ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ 1K ആയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ചോദിക്കുകയും ചെയ്തു, കുഞ്ഞിനെ കൊണ്ട് പാടല്ലേ, നമുക്ക് ബ്രെഡ് വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ പോരെ ചോദിക്കുകയും ചെയ്തേ. എങ്കിലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാ, ഇച്ചിരി പാട് പെട്ടിട്ടായാലും നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം അല്ലേന്നും പറഞ്ഞാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്താവോ എന്തോന്നൊന്നും എനിക്ക് ഒരു ഇതും ഇല്ല. ഞാൻ ശ്രുതിയും കൂടെ വിളിച്ചിട്ടുണ്ട്. ശ്രുതിയും എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ പായസം കൊടുക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും നമുക്ക് അറിയാവുന്നവരോട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലല്ല വേഗം കൊടുക്കാനും എടുക്കാനും എല്ലാം പറ്റത്തുള്ളൂ. അവർക്ക് ഒരു ഗ്ലാസ് കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞതുവേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശ്രീമോൻ വന്നിട്ടുണ്ട് കരഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം
എല്ലാം താത്ത് വെച്ചിട്ട് ഞാൻ ശ്രീമോനെ എടുത്തു. അങ്ങനെ ശർക്കരയെല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വെച്ചു കേട്ടോ. ഇനി നല്ലതായിട്ട് ഉരുകി ഇതെല്ലാം നല്ലതായിട്ട് തിളയ്ക്കണം കേട്ടോ. നല്ല രീതിയിൽ തിളച്ചാൽ മാത്രമേ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഈ പൊടിയോ കല്ലോ ഒക്കെ കാണും. അതെല്ലാം അരിച്ചെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ പിന്നെ ആ പാത്രം കഴുകിയിട്ട് അതിൽ തന്നെ വെക്കണം. എനിക്ക് അങ്ങനെ വലിയ പാത്രങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരു ഓണം വന്നാൽ തന്നെയും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ തിരുവോണത്തിനത്. പിന്നെ ഒരു ദിവസമായിരിക്കും അച്ഛനും അമ്മയൊക്കെ വരുന്നത്. എങ്കിൽ പോലും കുറച്ച് മതി, ഒരുപാടൊന്നും സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ കാശിയുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ശ്രീമോൻ്റെ ബർത്ത്ഡേ ഒക്കെ എല്ലാവരെയും വിളിച്ച് നടത്തുമ്പോൾ നമ്മൾ പുറത്തങ്ങ് കാറ്ററിങ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രങ്ങളൊന്നും വാങ്ങിച്ച് വെക്കാത്തത്. ഇനി ഇപ്പോൾ എനിക്ക് കുറേശ്ശെ വലിയ വലിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കുറേശ്ശെ ഓരോന്നോരോന്നായിട്ടൊക്കെ വാങ്ങിക്കാമെന്നൊക്കെയുള്ള ഇതിലിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അത് അരിച്ചെടുക്കുവാണ് നമ്മുടെ ശർക്കര പാനി. അതപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, നല്ല ചൂടുമാണ്, ദേഹത്തോട്ടും എല്ലാം വീണാൽ തീർന്നു. എങ്കിലും ആ ഒരു പേടിയിലൂടെ എന്തായാലും നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു ത്വര മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ എന്തുമായാലും നല്ലതായിട്ട് അരിച്ചെടുത്തു. ആ പാത്രം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ശർക്കര ഉരുക്കി അത് അരിച്ച് വെച്ചതെടുത്ത് നേരെ നമ്മുടെ ഉരുളിയിലോട്ട് തന്നെ ആക്കുവാണ്. അത് ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് വേണം നമുക്ക് ഈ കടലയെല്ലാം ഇതിലോട്ടാക്കാനും. ഒരുപാട് ഇങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും ഇല്ല അത് കിടക്കുന്നത് എനിക്കിഷ്ടമില്ല. എനിക്ക് നല്ല പാലിൻ്റെ കുറുകത്തിൽ തന്നെ കിടക്കണം. അതുകൊണ്ട് ഞാൻ കടലയുടെ വെള്ളം അധികം എടുക്കുന്നില്ല. നല്ല രീതിയിൽ അതിൽ നിന്ന് നമ്മൾ കിഴുത്തയുള്ള കണ്ണാപ്പ പാത്രമോ എന്തോന്ന് പറയും കേട്ടോ. അതിന് നമ്മൾ കിഴുത്തയുള്ള തവിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ശർക്കരയിൽ കിടന്നൊരു ശകലം ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലോട്ട് പാലും എല്ലാം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൗവരി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വേവിക്കാൻ വെച്ചിട്ട് ചെറിയ കുക്കറിലിരിക്കുന്നത് ചൗവരിയാണ്. ചൗവരിയും വേണം ഇതിൻ്റെ അകത്ത്. എനിക്ക് ചൗവരി ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ അടപ്രഥമൻ്റെ അകത്തിലാണെങ്കിലും നമ്മുടെ കടല പായസത്തിലെല്ലാം ഈ ചൗവരി കിടക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഞാൻ ഇച്ചിരി ഏറെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 200 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. 200-250 ഗ്രാം ഉണ്ടായിരുന്നു ചൗവരി. നമ്മുടെ 1.5 കിലോ കടലപ്പരിപ്പുമാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ 2 കിലോ എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പാത്രത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ 1.5 കിലോ എടുത്തത്. അപ്പോൾ ഈ കടലയെല്ലാം കൂടി ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഉരുളി അങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി എന്തോ എവിടെയോ പണി പാളി എന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായി ഇനി പാലൊഴിക്കാൻ പറ്റത്തില്ല. പാലോട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നിറയുകയും ചെയ്യും, അടിക്ക് വല്ലതും പിടിച്ച് കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് ഞാൻ ഓർത്ത് നമ്മുടെ ഒരു കുക്കറിലോട്ട് അങ്ങ് മാറ്റാം എന്നുള്ള ഒരു കണക്കൂട്ടൽ ഞാൻ നിൽക്കുവാണ്. ഇതൊക്കെ ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അതാണ് ഞാൻ എന്തോ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് മാറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കടല വേറെ നമ്മുടെ ശർക്കര വേറെ അങ്ങനെ കിടക്കും. അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരുപോലെ തന്നെ അടുത്ത കുക്കറിലോട്ട് എടുത്ത് മാറ്റി ഒരുപോലെ തന്നെ ഇരുന്ന് വേവട്ടെന്ന് കരുതി. അല്ലെങ്കിൽ രണ്ടിനും 2 വേവ് വരത്തില്ലേ. അതുകൊണ്ട് അന്നേരം തന്നെ ഞാൻ ആ കുക്കറും എടുത്ത് അങ്ങ് അടുപ്പ് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തിളയ്ക്കാനും പാടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളതെല്ലാം ചെയ്യുവാണ്. അപ്പം പായസം അവിടെ ഇരുന്ന് ആയിക്കോട്ടെ, പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഇടുന്ന ഉടനെ ഞാനത് പറയാം കേട്ടോ. അപ്പം എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനിയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ, നമുക്കതിൻ്റെ വാച്ച് അവറും വ്യൂസും എല്ലാം നമുക്ക് വേണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കാശിക്ക് അവധിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാശിയും കൂടെ ഉള്ളതുകൊണ്ട് ശ്രീമോൻ തീരെ ഉറങ്ങത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇനി ഞാനാണെങ്കിൽ കഴിവത് ലോങ് വീഡിയോസ് തന്നെ ഇടാൻ ശ്രമിക്കാം. നമുക്ക് ലോങ് വീഡിയോസ് ഇട്ടാലേ വാച്ച് അവർ കയറത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് ഇടാനുള്ള പ്ലാനിങ് ഒക്കെ എനിക്കുണ്ട്. അതെന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആക്കിയേ തന്നെ ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നത് നമ്മൾ അവിടെ പോയി വിളമ്പുന്നതും എല്ലാം നമുക്കൊരു വീഡിയോ ആക്കി ഇടാം. പിന്നെ എനിക്കത് കാണുമ്പോഴതെനിക്കൊരു സന്തോഷമാണല്ലോ, എന്നെയും കൊണ്ട് ഇതൊക്കെ സാധിക്കും, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. പിന്നെ എൻ്റെ ഓഡിയൻസ് എല്ലാം ഇത് കാണുകയും ചെയ്യട്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പം എൻ്റെ വീഡിയോസ് ഇങ്ങനെയുള്ള കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ യൂട്യൂബിൽ നമ്മുടെ കമൻറ്റ് ഇടാൻ ഭയങ്കര മടിയാണ്. എന്നെ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, കൊള്ളാം കേട്ടോ. ചിലരാണെങ്കിൽ കളിയാക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കളിയാക്കുന്ന ആയാലും നിങ്ങൾ കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളായാലും നിങ്ങൾ എനിക്ക് കമൻറ്റിലൊന്ന് ഇട്ടതാ. അവർക്ക് പറയാം ഇല്ല ഞങ്ങൾക്കത് നാണമാണെന്ന് പറഞ്ഞ് ഇടത്തില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയും നിങ്ങളത് ഇട്, എങ്കിലേ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇത് വരത്തുള്ളൂ എന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ വിചാരിക്കുമല്ലോ, കണ്ട അവരുടെ വീഡിയോസ് കൊള്ളാം, അവരെല്ലാം ചെയ്യുന്നുണ്ട്, അതിനുള്ള കമൻറ്റ് ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഈ പറയുന്നവരാരും കമൻറ്റ് ഇടുന്നില്ല, എല്ലാം നമ്മുടെ അടുത്ത് നേരിട്ട് പറയുവാണ് ചെയ്യുന്നത്.
ചിലർ പറയുന്നു ചില വീഡിയോസിൻ്റെ അകത്ത് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല എന്ന്. അത് ചെറിയ ഷോർട്സിനാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയോ ചെയ്താൽ മതി കേട്ടോ. കമൻറ്റിൽ നമ്മുടെ ചെറിയ ഷോർട്സിൽ എന്താ കമൻറ്റ് ഇടാൻ പറ്റാത്തതെന്ന് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പായസത്തിൻ്റെ അതിലോട്ടൊന്ന് പോകാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. അതിന് മുമ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ഒഴിക്കാനുണ്ട്. ഞാനത് പാലിൻ്റെ അകത്തിൽ നമ്മുടെ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, എനിക്ക് തേങ്ങ ഇപ്പം പിഴിഞ്ഞെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയാണ് വാങ്ങിച്ചത്. അത് ഞാനാണെങ്കിൽ പാലിൻ്റെ അകത്ത് തിളപ്പിച്ച് വെച്ചേക്കുവാണ്. അതിനി നമ്മൾ അരിച്ച് വെച്ചേക്കുന്നതാണ്. അല്ല, അരിച്ച് വെച്ചില്ല, ഇനി അരിച്ചൊഴിക്കുക കേട്ടോ. അരിച്ച് നമ്മൾ പായസത്തിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ ഒന്നാം പാലെന്ന് പറയത്തില്ലേ, തേങ്ങാപ്പാൽ എടുക്കത്തില്ലേ, അതുപോലെ ഒന്നാം പാലിന് പകരം ഈ പൊടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് വെച്ചേക്കുന്നത് നമ്മൾ ഈ പായസത്തിലോട്ട് ഒഴിച്ചെടുക്കുവാണ്. ഇത് കഴിഞ്ഞ് ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യത്തില്ല. നമ്മൾ ഒരിക്കലും ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തീ കൂട്ടി വെച്ച് ഇങ്ങനെ ഇളക്കത്തതേ ഉള്ളൂ, തിളയ്ക്കാൻ നിർത്തത്തില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മളിത് മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ നെയ്യിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും എല്ലാം ഇടാൻ. ഈ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇടും കേട്ടോ പായസത്തിൽ. എല്ലാവരും ഇടുമോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇടാറുണ്ട് കേട്ടോ. അത് ഇടുന്ന ഉടനെ നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് തോന്നും. ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി, എങ്കിലും അന്നേരം നമുക്കത് മനസ്സിലാവും കേട്ടോ, ആ ഉപ്പിട്ടതിൻ്റെയും ആ മധുരത്തിൻ്റെയും. അല്ലെങ്കിൽ നമുക്ക് ചെടിക്കും. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് ചുക്കുപൊടിയും കൂടി ഞാൻ ഇടും. പക്ഷേ ഇതിനകത്ത് ചുക്കുപൊടി ഇട്ടില്ല. എൻ്റെ ചുക്കുപൊടി ഇല്ലായിരുന്നു കേട്ടോ. കടയിൽ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ചെറിയ പാക്കറ്റ് നോക്കിയപ്പം കഴിഞ്ഞ വട്ടം സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടതുമില്ല. ഇടയ്ക്കിടയ്ക്ക് പായസം ഉണ്ടാക്കുന്നതായതുകൊണ്ടേ ഒരു ചുക്ക് വാങ്ങിച്ച് വെച്ചേക്കാമെന്ന് കരുതി. പക്ഷേ വലിയ പാക്കറ്റായിരിക്കുന്നത്, അതിരുന്ന് അഴുക്കായി പോകല്ലോ എന്ന് കരുതി ഞാൻ വാങ്ങിച്ചതുമില്ല. അതിൻ്റെ ഒരു പോരായ്മ പായസത്തിനകത്ത് കാണും കേട്ടോ. പക്ഷേ ചുക്കുപൊടി എല്ലാവരും ഇടത്തതുമില്ല, ഞങ്ങളിടും. പത്തനംതിട്ടയിൽ നമ്മൾ അടപ്പായസം ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. നമ്മൾ അടപ്പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ കടലപ്പായസം ഉണ്ടാക്കുന്നതും. പിന്നെ ഈ അട വേവിച്ച് കഴുകുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മളിത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ മൂക്കുന്നതിനകത്ത് വേവ് കുറവുള്ള സാധനം ഉണ്ടല്ലോ, അപ്പം മുന്തിരിങ്ങയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ആദ്യം മുന്തിരി ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് നല്ല ബോൾ പോലെ അങ്ങ് പൊങ്ങി വരുവേ. അപ്പോൾ അതായി കഴിയുമ്പോൾ അത് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. പിന്നെ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങയ്ക്കാണ് ഏറ്റവും കൂടുതൽ മൂത്ത് എടുക്കാൻ പാടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം മുന്തിരിങ്ങ ഇട്ടു. മുന്തിരിങ്ങ ഇനി മൂക്കട്ടെ അവിടെ കിടന്ന് അത് നല്ല ബോളായിട്ടാവണം. അപ്പോഴത്തേക്ക് തന്നെ ശ്രീമോൻ വന്നിട്ടുണ്ട് കേട്ടോ. ശ്രീമോൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, നമ്മളിത് നേർച്ചയായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ആദ്യമേ ഉപ്പ് നോക്കരുതെന്നോ കുടിക്കരുതെന്നോ ഒന്നും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എല്ലാവരും പറയുമെങ്കിലും ഞാൻ പക്ഷേ കൊടുത്തില്ല കേട്ടോ. ശ്രീമോൻ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്തെങ്കിലും കറി വെക്കുന്നതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോഴെല്ലാം വന്ന് ശ്രീമോൻ കൈ നീട്ടും, ശ്രീമോൻ്റെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ കൊടുത്തില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ഇത് തട്ടി ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ശ്രീമോനെ അങ്ങ് തറയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ദേഹത്തും എല്ലാം വീണ് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ടാണ് ഇതെല്ലാം ഇടുന്നത്. ഇതൊന്നും ഇത് കാണാൻ പറ്റുന്നില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. എൻ്റെ കൈ കാരണം ഇതൊന്നും കണ്ടില്ലല്ലേ. ഞാൻ ആ മുന്തിരിങ്ങ എല്ലാം അതിലിട്ടിട്ടുണ്ടായിരുന്നു. കുക്കറിലിരിക്കുന്നതിന് അതിലിടാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കോരി അപ്പുറത്തോട്ട് ഇടുമായിരുന്നു ചെയ്ത് കേട്ടോ. തന്നെ എല്ലാം ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം മറന്നും പോകും. കൊച്ചും താഴെ നിൽക്കുന്നു. ദേഹത്തൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി പിടിച്ചതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും എടുത്ത് 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി നെയ്യ് അതിൽ ഒഴിക്കുന്നില്ല. നമുക്ക് ഇനി തേങ്ങയും കൂടെ വറക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ നെയ്യ് ഇടയിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു നെയ്യ് കൊണ്ട് തന്നെ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെയ്യ് ഞാൻ ഒഴിക്കുന്നതും ഇല്ല കേട്ടോ. അടുത്ത് നമ്മൾ തേങ്ങ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുവാണ്. നല്ല സമയം എടുത്താണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾ 10-15 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീഡിയോ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് 1 മണി 2 മണി സമയമായപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഈ പരിപാടിയെല്ലാം. കുറേശ്ശെ വേണമായിരുന്നല്ലോ എനിക്ക് വേവിച്ചെടുക്കാനെ കൊണ്ട്. വലിയ കുക്കറില്ലാത്തതുകൊണ്ട് ഈ 5 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ പോലും അതിനകത്ത് 3 വട്ടമായിട്ടാണ് ഞാൻ ഈ കടലയെല്ലാം വേവിച്ചെടുത്തത്. രാവിലെ നമ്മളൊരു 10 മണി ആയപ്പോഴത്തേക്ക് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് 3-4 വെള്ളത്തിൽ കഴുകി കേട്ടോ. കഴുകിയതിന് ശേഷമാണ് നമ്മളിത് എടുത്തത്. ചവ്വരിയാണെങ്കിലും ഒന്ന് കഴുകി നമ്മളെടുത്ത് കുക്കറിൽ ഇടുമായിരുന്നേ. അല്ലാതെ ഒരുപാട് സമയം അത് കുക്കാനൊന്നും വെക്കണ്ട. അത് കുക്കറിൽ അടുപ്പിച്ചിങ്ങെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അതിൻ്റെ അകത്ത് മൂപ്പിച്ചിടാനുള്ള സാധനങ്ങളെല്ലാം മൂപ്പിച്ചിട്ടു. ഏട്ടൻ വരാൻ സമയമായപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡിയായി. നമ്മളിനി പായസം നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. ഞാൻ ഓർത്ത് നമ്മൾ പോകുന്നതിന് മുമ്പ് പായസത്തിൽ കുറച്ചും കൂടെ പാൽ ഒഴിക്കേണ്ടി വരുമായിരിക്കും എന്ന് കരുതി, കുറുകുവാണെങ്കിലേ. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാം നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ ഇരിക്കുവാണ്. കുറുകത്തിന് കുറുകലും ഉണ്ട്, ലൂസിന് ലൂസും ഉണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നേ. അപ്പം ഞാൻ തൊട്ട് നോക്കിയതാണ് എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ, തുണി വെച്ച് എടുക്കണോ, ചൂടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതുകൊണ്ട് എടുത്തൊഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്ത് നടക്കത്തില്ല. പോയി കഴിഞ്ഞാൽ ആകെ എത്രയും പായസമല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഒരു മഗ് എടുത്തിട്ട് കോരി ഒഴിക്കുവാണ്. ആ ഒരു ചോറ്റുപാത്രം നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ചോറ്റുപാത്രമല്ല, തൂക്കുപാത്രം നിറച്ചുണ്ടായിരുന്നു.
നമ്മൾ പായസമൊക്കെ ആയിട്ട് നേരെ പോവുകയാണ് കേട്ടോ. ശ്രുതിയെ വിളിച്ചപ്പോൾ ശ്രുതിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരവിടെ പള്ളിയുടെ അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു പായസം കൊടുക്കാനുള്ള. അങ്ങനെ ഞാൻ 125 ഗ്ലാസ് വാങ്ങിച്ചേ. 100 ഗ്ലാസ് മതിയായിരിക്കും നേട്ടം പറഞ്ഞെങ്കിലും നമുക്കിനി അധികം ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാതിരിക്കേണ്ട എന്നും പറഞ്ഞാണ് ഞാൻ ഗ്ലാസ് കൂടെ 125 എണ്ണം വാങ്ങിച്ചത്. എന്തുവായാലും 100 ഗ്ലാസിൻ്റെ അത് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സുനിമാമനും നമ്മുടെ ശ്രുതിയെല്ലാം വെളിയിൽ നിൽക്കുമായിരുന്നേ. അപ്പം എന്നോട് പറഞ്ഞു വേഗം വാ, ആൾക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് കൊടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴേ മാമൻ അതാണ് ഗ്ലാസ് വാങ്ങിക്കുന്നത് കാശിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു കസേര എടുത്ത് വെളിയിലിട്ട് അന്നേരം തന്നെ നമ്മൾ പായസം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പായസം കൊടുക്കാൻ നിന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അങ്ങ് നമ്മുടെ ചുറ്റിനും അങ്ങായേ. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും നോക്കാനും എടുക്കാനും ഒന്നും പറ്റുന്നില്ല. ഞാൻ പായസം ഇങ്ങനെ വിളമ്പി കൊടുക്കുക. ഓരോന്ന് കൊടുക്കുമ്പോഴും ഓരോരോ ഗ്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്കാണെങ്കിൽ അപ്പോഴേ ഞാൻ ഫോണാണെങ്കിൽ ശ്രുതിയുടെ കൊടുത്തിട്ടുണ്ട്. ശ്രുതി പറഞ്ഞു വീഡിയോ എടുത്ത് തരാമെന്നും പറഞ്ഞ് അവളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ പള്ളിയിലൊക്കെ എനിക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇതുകൂടെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ആ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്കിൽ പായസം എല്ലാം നിരത്തി വെക്കും, എന്നിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കസേര വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുറേ പേര് ഈ ലഡു, ഉണ്ണിയപ്പം, നമ്മുടെ ബ്രെഡ്, ബന്ന ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്. ഓരോരുത്തർ വന്ന് ബ്രെഡും ബന്നുമൊക്കെ ഓരോ കവറായിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. എല്ലാവരിലോട്ടും ഇത് നമ്മുടെ ഒരു നേർച്ചയാണെങ്കിൽ പോലും കിട്ടുന്നില്ല, എല്ലാവർക്കും കിട്ടുന്നില്ല. നല്ല മിടുക്കുള്ളവർ വന്ന് ഓരോരോ പാക്കറ്റുകൾ അങ്ങ് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ ഒരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുന്നു. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പാടുപെട്ടിട്ടായാലും ഞാനിതെല്ലാം ചെയ്തുകൊണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് കേട്ടോ എന്ന് ചോദിച്ചു. ആരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഒരു ഗ്ലാസ് പോലും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. സാധനം അത് ഫുള്ള് തീർത്ത് തന്നെ നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പോകാൻ ഇറങ്ങി. ശ്രുതിയും ലക്കിയൊക്കെ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലക്കിയാണെങ്കിൽ കരഞ്ഞു വിളിച്ചാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ മുണ്ടേക്കിലോട്ട് പോവുകയാണ്. അപ്പം അമ്മയോട് ഞാൻ വിളിച്ച് പറഞ്ഞു കാപ്പി ഒന്നും ഉണ്ടാക്കേണ്ട, എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും കഴിച്ച് അമ്മയ്ക്കും അച്ഛനും ഉള്ളത് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ചെന്നപ്പോൾ അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.